നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. രക്തസാക്ഷികളുടെ ചുടുനിണത്തിലാണ് സഭ എന്നും വളർന്നിട്ടുള്ളത്, അന്നും ഇന്നും. രക്തസാക്ഷികളെക്കുറിച്ച് നാം പഠിക്കുന്ന പ്രോഗ്രാമാണല്ലോ നിണമണിഞ്ഞ കാൽപ്പാടുകൾ. ഈ ആഴ്ച നമ്മുടെ സ്വന്തം രക്തസാക്ഷി വിശുദ്ധൻ തോമാസ് ലിഹായെയാണ് നാം പഠനത്തിനായിട്ട് എടുക്കുന്നത്. ദിദിമോസ് എന്നും അറിയപ്പെട്ടിരുന്ന സെന്റ് തോമസ് ഈശോയുടെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളാണ്. ദിദിമോസ് എന്ന പേരിൻ്റെ അർത്ഥം ഇരട്ട പിറന്നവൻ എന്നാണ്. ഉയിർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മുന്നിൽ നടത്തിയ വിശ്വാസ പ്രഖ്യാപനം വഴി ശ്രദ്ധേയനായ അപ്പസ്തോലനാണ് അദ്ദേഹം. പാരമ്പര്യ വിശ്വാസങ്ങളനുസരിച്ച് ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം റോമൻ സാമ്രാജ്യത്തിന് പുറത്ത് യാത്ര ചെയ്ത് സുവിശേഷം പ്രസംഗിച്ച തോമാസ് ലീഹ AD 52 ഭാരതത്തിൽ എത്തിച്ചേർന്നു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വിവിധ പ്രദേശങ്ങളിൽ ആദിമ നൂറ്റാണ്ടിൽ ക്രൈസ്തവ വിശ്വാസം വളർത്തിയ ചരിത്രമാണ് വിശുദ്ധ തോമാസ് ലീഹായ്ക്കുള്ളത്. തൻ്റെ തീക്ഷ്ണമായ വിശ്വാസ മാതൃകയും സുവിശേഷ പ്രഘോഷണവും കൊണ്ട് അദ്ദേഹം അനേകരെ വിശ്വാസത്തിലേക്ക് നയിച്ചു. ഏറെ പേർ അദ്ദേഹത്തിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചു. അദ്ദേഹം ഭാരതത്തിലേക്ക് വന്ന് 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം തമിഴ്നാട്ടിലെ സെന്റ് തോമസ് മൗണ്ടിൽ വെച്ച് ശത്രുകരങ്ങളാൽ രക്തസാക്ഷിത്വം വരിച്ചു. കേരളത്തിൽ തോമാസ് ലീഹ സ്ഥാപിച്ച പള്ളികൾ 7 പള്ളികൾ എന്നറിയപ്പെടുന്നു. പിതാവേ, തോമാസ് ലീഹയെക്കുറിച്ച് ഞങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. എന്നാൽ കൂടുതലായിട്ടൊന്നും ഞങ്ങൾക്ക് തോമാസ് ലീഹയെക്കുറിച്ച് അറിയില്ല. തോമാസ് ലീഹയെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? തോമാസ് ലീഹായെ നമുക്ക് പരിചയപ്പെടും. ദിദിമോസ് എന്നുള്ള പേരില്ലേ തോമാസ് ലീഹായ്ക്ക്? അത് ഇരട്ട പിറന്നവൻ, 2 പേരുണ്ടായിരുന്നായിരിക്കാം. എവിടെ ജനിച്ചു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരമൊന്നും നമുക്കില്ല. തോമാസ് ലീഹ എവിടെ ജനിച്ചു, മാതാപിതാക്കൾ, അങ്ങനെയൊന്നും ചരിത്രത്തിൽ എവിടെയും തന്നെ രേഖപ്പെടുത്തിയിട്ട് ഇല്ല. എങ്കിലും ദിദിമോസ് എന്ന സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തോമാസ് ലീഹ അപ്പസ്തോലന്മാരുടെ പട്ടികയിൽ ഒരാളാണ്. തോമാസ് ലീഹ 6, 7 അങ്ങനെ അപ്പസ്തോലന്മാരുടെ പട്ടികയിലുണ്ട്. എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നോ എന്നുള്ളത്, എത്രമാത്രം അടുത്തായിരുന്നു എന്നുള്ളതെല്ലാം ഗവേഷകർ വിവിധ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പാലസ്തീനയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ പാലസ്തീൻ ആ പ്രദേശത്തു നിന്ന് തന്നെ ഉള്ള വ്യക്തിയായിരുന്നു തോമാസ് ലീഹ എന്ന് നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കുവാൻ സാധിക്കും.
അപ്പോൾ ആ ഇരട്ട പിറന്നവൻ എന്നുള്ള പേര് ദിദിമോസ്, തോമ എന്നുള്ള പേരോടുകൂടി തോമാസ് ലീഹായെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നത് സുവിശേഷത്തിൽ നിന്നാണ്. അത് ഏത് സുവിശേഷത്തിൽ നിന്നാണ് നമുക്കറിയാവുന്നത്? ഏത് സുവിശേഷത്തിലാണ് തോമാസ് ലീഹായെക്കുറിച്ചുള്ളത്? യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് തോമാസ് ലീഹായെക്കുറിച്ച് ഉള്ളത്. അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നത് യോഹന്നാൻ ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നല്ലോ. ആ പ്രിയപ്പെട്ട ശിഷ്യൻ്റെ ശിഷ്യനായിരുന്നു, അല്ലെ ചേർന്ന് നിന്ന് ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു തോമാസ് ലീഹ എന്ന് ന്യായമായും നമുക്ക് അനുമാനിക്കാം. കാരണം തോമാസ് ലീഹായെക്കുറിച്ച് 3 പ്രാവശ്യം വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് തോമാസ് ലീഹായുടെ സ്വഭാവ വിശേഷം സ്വല്പമെങ്കിലും നമുക്ക് കിട്ടുക. 11-ാമത്തെ അധ്യായം, 14-ാം അധ്യായം, 20-ാം അധ്യായം, ആ 3 അധ്യായങ്ങളിലുമുണ്ട്. ആദ്യത്തെ അധ്യായത്തിൽ ഈശോ ലാസർ മരിച്ചു എന്ന് കേട്ടപ്പോൾ അങ്ങോട്ട് പോകാൻ തയ്യാറായില്ല. അപ്പസ്തോലന്മാർ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. മറ്റുള്ളവർ പറഞ്ഞു അത് അവിടെ ചെന്നാൽ യഹൂദർ നിന്നെ വധിക്കുവാൻ വേണ്ടി കാത്തിരിക്കുക, പോകരുത്. അപ്പോൾ തോമാസ് ലീഹ എന്താ പറഞ്ഞത്? നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. അങ്ങനെ പോയി മരിക്കണം എന്ന് പറയുമ്പോൾ തോമാസ് ലീഹായിൽ നമുക്ക് എന്താണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്? എന്താ? ഒരാളുടെ കൂടെ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അത്ര സ്നേഹമാണ് അല്ലേ? അതാണ്, അത്ര സ്നേഹമാണ് എന്ന് അതിൽ നിന്ന് അനുമാനിക്കാം. അത് തന്നെ 14-ാം അധ്യായത്തിൽ ഈശോ പറയും, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഞാൻ പോവുക, പിതാവിൻ്റെ പക്കലേക്ക് പോകുകയാണ്. അപ്പോൾ തോമാസ് ലീഹ പറയുന്നുണ്ട്, നീ പോകുന്ന വഴി ഏതാണെന്ന് ഞങ്ങളോട് പറയുക. അതായത് ഈശോയെ പിരിയാൻ താല്പര്യമില്ല, നീ പോകുന്ന പൊക്കോ, പക്ഷേ ആ വഴിയെ ഞങ്ങൾ വരും എന്ന് സൂചിപ്പിക്കുക. അപ്പോൾ വഴി അന്വേഷിക്കുന്ന, യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ ആഗ്രഹിക്കുന്ന വഴി അന്വേഷിക്കുന്ന തോമാസ് ലീഹ. 3-ാമതായിട്ട് നമുക്കെല്ലാം വളരെ പരിചയമുള്ള ഭാഗമാണ്. ഏതാണത്? ഈശോയുടെ മരണത്തിന് ശേഷം അപ്പസ്തോലന്മാർക്കല്ല ഈശോ പ്രത്യക്ഷനായി. എന്നാൽ ആ പ്രത്യക്ഷനായപ്പോൾ ആരുണ്ടായിരുന്നില്ല? തോമാസ് ലീഹ. തോമാസ് ലീഹ അപ്പോൾ എന്താ പറഞ്ഞത്? അവൻ്റെ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും എൻ്റെ വിരൽ അതിലിടുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അപ്പോൾ ഈശോ ഒരിക്കൽ അവരെല്ലാവരും കൂടി ഇരുന്നപ്പോൾ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, തോമാ ഇവിടെ വരിക. അപ്പോൾ തോമാസ് ലീഹ എന്താ മറുപടി പറയുന്നത്? എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. ഇങ്ങനെ 3 ഭാഗങ്ങളിലാണ് നമുക്ക് തോമാസ് ലീഹായെ ദർശിക്കുവാൻ സാധിക്കുക. എല്ലാറ്റിൻ്റെയും കാച്ചി കുറുക്കിയത് ഇത് മാത്രമേ ഉള്ളൂ, ആഴമായ സ്നേഹം. ഒരു ശിഷ്യൻ എന്ന നിലയിൽ, അപ്പസ്തോലൻ എന്ന നിലയിൽ തോമാസ് ലീഹായ്ക്ക് ഈശോയോട് ഉണ്ടായിരുന്ന ആഴമായ സ്നേഹമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുക. ഇതാണ് പ്രാഥമികമായിട്ട് നമുക്ക് തോമാസ് ലീഹായെക്കുറിച്ച് അറിയാൻ കഴിയുക. പിതാവേ, തോമാസ് ലീഹായുടെ സുവിശേഷ പ്രഘോഷങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം തോമാസ് ലീഹ മറ്റ് അപ്പസ്തോലന്മാരെ പോലെ വിവിധ സ്ഥലങ്ങളിൽ അപ്പസ്തോലന്മാർ പോയി. തോമാസ് ലീഹ ഭാരതത്തിലേക്ക് വന്നു. എന്തുകൊണ്ടാണ് ഭാരതത്തിലേക്ക് വന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. ഭാരതത്തിലേക്ക് വരുന്നതിന് മുമ്പ് എവിടെയാണ് തോമാസ് ലീഹ സുവിശേഷം പ്രസംഗിച്ചത്? മിഡിൽ ഈസ്റ്റിൽ, പേർഷ്യ എന്നുള്ള ഇറാഖ്, ആ ഭാഗങ്ങളിലാണ് സുവിശേഷം പ്രസംഗിച്ചത്. സിറിയ, ഇറാഖ്, ആ ഭാഗങ്ങളിൽ, അതായത് മിഡിൽ ഈസ്റ്റിൽ, അവിടെ ശക്തമായ സുവിശേഷം പ്രഘോഷിച്ചു തോമാസ് ലീഹ. അപ്പോൾ പിന്നെ തോമാസ് ലീഹ അതോടൊപ്പം തന്നെ ഭാരതത്തിലേക്കും സുവിശേഷം പ്രഘോഷിക്കുവാൻ വന്നു എന്ന് നാം ശക്തമായിട്ട് വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുവാനുള്ള ഒരു കാരണം, തോമാസ് ലീഹായുടെ പേരിൽ ഒരു ക്രൈസ്തവ സമൂഹം ഭാരതത്തിലേ ഉള്ളൂ. അതുകൊണ്ട് തോമാസ് ലീഹ കേരളത്തിൽ വന്നു, ഭാരതത്തിൽ സുവിശേഷം പ്രസംഗിച്ചു എന്ന് നാം വിശ്വസിക്കുകയാണ്. അപ്പോൾ തോമാസ് ലീഹ മിഡിൽ ഈസ്റ്റിൽ, മധ്യ ഏഷ്യയിൽ സുവിശേഷം പ്രസംഗിച്ചു. അതോടൊപ്പം തന്നെ ഭാരതത്തിലേക്ക് കടന്നു വന്ന് സുവിശേഷം പ്രസംഗിച്ചു. വിശ്വാസികൾ കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണത്തിന് ഏക സാക്ഷിയായത് തോമാസ് ലീഹായാണെന്ന ഒരു പാരമ്പര്യ വിശ്വാസമുണ്ട്. മാതാവിൻ്റെ മരണസമയത്ത് മറ്റു സ്ലീഹന്മാർക്കെല്ലാം ജെറുസലേമിൽ എത്താൻ കഴിഞ്ഞിരുന്നെങ്കിലും തോമാസ് ലീഹായ്ക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല. ആ കാലത്ത് ഇന്ത്യയിലായിരുന്ന അദ്ദേഹം ജെറുസലേമിൽ കല്ലറയുടെ സമീപത്ത് എത്തിയപ്പോഴാണ് മാതാവിൻ്റെ സ്വർഗാരോപണം സംഭവിക്കുന്നത്. പിന്നീട് തുറന്നു കിടന്ന കല്ലറയും അവിടെ നിന്നും തോമാസ് ലീഹായ്ക്ക് ലഭിച്ച
മാതാവിൻ്റെ അരക്കച്ചിയും മറ്റു ശിഷ്യന്മാരെ കാണിച്ചപ്പോഴാണ് ആ കാഴ്ച അവർ വിശ്വസിച്ചത് എന്നും പറയപ്പെടുന്നു. പിതാവേ, തോമാശ്ലീഹായെക്കുറിച്ചുള്ള ഒരു പുസ്തകമുണ്ടല്ലോ, തോമായുടെ നടപടിക്രമങ്ങൾ. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? തോമായുടെ നടപടിക്രമങ്ങൾ ഒരു അംഗീകരിച്ചൊരു പുസ്തകമല്ല, അതിന് അപ്പോക്രിഫ എന്ന് പറയും. അംഗീകരിച്ച പുസ്തകമല്ല, അപ്രമാണിക ഗ്രന്ഥം. പ്രാമാണിക ഗ്രന്ഥം, കാനോനിക്കൽ ബുക്കല്ല, എന്നാൽ അത് അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകമാണ്. അതിലിപ്രകാരം തോമാശ്ലീഹ ഇന്ത്യയിലേക്ക് വന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ള സംഭവമായിരിക്കും. അതിൽ സൂചിപ്പിക്കുന്നുണ്ട് ആ പുസ്തകത്തിൽ. അങ്ങനെ ഒരു പുസ്തകമുണ്ട്. തോമാശ്ലീഹ ഭാരതത്തിലേക്ക് വന്നതും ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങളും എല്ലാം എനിക്കൊരു കഥാരൂപത്തിൽ അത് അടിച്ചിട്ടുണ്ട്. അതിൽ ഒരു അബ്ബാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ത്യയിൽ നിന്ന് ജെറൂസലമിലേക്ക് എത്തി. അതിനുശേഷം ജെറൂസലമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തിനാണ് അദ്ദേഹം അവിടെ എത്തിയത്? അവിടെയുള്ളവരെല്ലാം നല്ല കൊട്ടാരം പണിയുന്നവർ ഉണ്ടോ, വലിയ കൊട്ടാരങ്ങൾ പണിയുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരാളെ തപ്പിയാണ് ഇവിടെ എത്തുന്നത്. അത് ആർക്ക് വേണ്ടിയായിരുന്നു വന്നത്? ഗുണ്ടഫർ എന്ന് പറഞ്ഞ രാജാവിന് വേണ്ടിയാണ് അവിടെ വന്നത്. അങ്ങനെ വരുമ്പോൾ ഈശോ തോമാശ്ലീഹായോട് പറഞ്ഞു, ഇത് അതിൽ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ, തോമാശ്ലീഹായോട് പറഞ്ഞു, നീ ഇന്ത്യയിലേക്ക് പോകണം സുവിശേഷം പ്രഘോഷിക്കുവാൻ, അതിനുള്ള വഴി ഞാൻ തുറന്നു തരും. അങ്ങനെ അബ്ബാസ് ഒരു ആശാരിയെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ തോമാശ്ലീഹായ്ക്ക് ആശാരിപ്പണി ആയിരുന്നു എന്ന്, ഒരു തച്ചൻ്റെ ജോലി അറിയാമായിരുന്നു എന്ന് നമുക്ക് ന്യായമായും അനുമാനിക്കാം. അപ്പോൾ ഈ അബ്ബാസിനോട് ഈശോ വന്ന് ചോദിക്കുകയാണ്, നീ ആശാരിയല്ലേ അന്വേഷിക്കുന്നത്? അത്തരം സംഭാഷണങ്ങൾ നടന്നു. ഞാനൊരാളെ കാണിച്ചു തരാം. തോമാശ്ലീഹായെ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ തോമാശ്ലീഹ അദ്ദേഹത്തിനോടൊപ്പം ഈ ഗുണ്ടഫർ രാജാവിൻ്റെ അടുത്ത് വന്നു. രാജാവ് പറഞ്ഞു, എനിക്ക് വലിയൊരു കൊട്ടാരം ആവശ്യമുണ്ട്, അത് പണിയണം. അങ്ങനെ ഒരു കൊട്ടാരം പണിയുന്നതിനുള്ള ഏർപ്പാടുകൾ എല്ലാം കൊടുത്തു. അങ്ങനെ ആ കൊട്ടാരം പണിയുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു, പണവും കൊടുത്തു. എന്നാൽ തോമാശ്ലീഹ കൊട്ടാരം പണിതോ? ഇല്ല. തനിക്ക് കിട്ടിയ പണം മുഴുവനും പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു. രാജാവ് വിചാരിച്ചു അവിടെ കൊട്ടാരം പണി വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെന്ന്. എന്നാൽ പിന്നീട് അറിഞ്ഞു ഇല്ല എന്ന്. അപ്പോൾ തോമാശ്ലീഹായെ വിളിച്ചു, വിശദീകരണം ചോദിച്ചു. അപ്പോൾ തോമാശ്ലീഹ പറഞ്ഞു, കൊട്ടാരം ഞാൻ പണിയുന്നുണ്ട്, നീ തന്ന പണം കൊണ്ട് ഞാൻ പാവങ്ങൾക്ക് കൊടുത്തു. സ്വർഗത്തിൽ നിനക്ക് വലിയ കൊട്ടാരമാണ് അതുകൊണ്ട് പണിയുന്നത്, ഇതുവരെ പണിയപ്പെട്ടിട്ടുള്ളത്. തന്നെ കളിയാക്കുകയാണെന്ന് വിചാരിച്ച് തോമാശ്ലീഹായെ വധിക്കുവാൻ ഉദ്യമിച്ചു ഗുണ്ടഫർ രാജാവ്. എന്നാൽ അതിനുള്ള ഓർഡർ കൊടുത്തു. എന്നാൽ തോമാശ്ലീഹ അവനോട് യേശുവിനെ പറ്റിയും സുവിശേഷത്തെപ്പറ്റിയും സ്വർഗത്തെപ്പറ്റിയും പ്രസംഗിച്ച് അപ്പോൾ രാജാവും രാജാവിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആളുകളും മാനസാന്തരപ്പെട്ടു. അവർക്ക് സുവിശേഷം സ്വീകരിച്ചു, ഈശോയെ സ്വീകരിച്ചു എന്ന് ഈ നടപടി പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിതാവേ, ഇന്ത്യയിൽ തോമാശ്ലീഹ വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രഘോഷിച്ചല്ലോ, ഇതിനെക്കുറിച്ചൊന്ന് ഞങ്ങളോട് വിവരിക്കാമോ? തോമാശ്ലീഹ AD 52 കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പലിറങ്ങിയെന്ന് ആണ് ചരിത്രത്തിൽ നമുക്ക് ന്യായമായും ഊഹിക്കാവുന്നത്. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പേർഷ്യയിലാണല്ലോ സുവിശേഷം പ്രസംഗിച്ചിരുന്നത്. പേർഷ്യയിൽ നിന്ന് ആളുകൾ കപ്പലിന് ധാരാളം ഇന്ത്യയിലേക്ക് വരുമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ പേർഷ്യയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ യഹൂദർ സ്വാഭാവികമായിട്ടും കച്ചവടക്കാരാണല്ലോ, അവർ ഇവിടെ കച്ചവടത്തിനായിട്ട് വന്നിരുന്നു. അപ്പോൾ അതേക്കുറിച്ച് തോമാശ്ലീഹായ്ക്ക് അവിടെ ആ പ്രദേശത്ത് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ നന്നായിട്ടറിയാം. അപ്പോൾ ഇവിടെ യഹൂദരുണ്ടെന്നും മനസ്സിലാക്കിയത് കൊണ്ട് തോമാശ്ലീഹ അവരോട് സുവിശേഷം പ്രഘോഷിക്കുന്നതിനായിട്ട് ഇന്ത്യയിലേക്ക് വന്നു എന്നാണ്. കപ്പൽ കയറി ഇവിടെ വന്നു. AD 52 ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ യഹൂദരുണ്ട്, അവരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചു, ധാരാളം കച്ചവടക്കാർ. അതോടൊപ്പം തന്നെ ഉന്നതകുല ജാതരായിട്ടുള്ള ആ കാലഘട്ടത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു, മറ്റ് മതത്തിലുള്ളവർ. അത് ആ ഉന്നതകുല ജാതരായിരുന്നു. അവർ താഴെയുള്ളതല്ല, ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും ഉന്നത കുലത്തിലുള്ളവരായിരുന്നു. അവരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചു. തോമാശ്ലീഹ 7 പള്ളികൾ സ്ഥാപിച്ചു. ഇവിടെ അങ്ങ് പാലയൂർ മുതൽ അവിടെ നിരണം, നിലയ്ക്കൽ, ചായ, അവിടെയെല്ലാം സുവിശേഷം പ്രസംഗിച്ചു. ഈ പ്രദേശങ്ങളിൽ മുഴുവനും, അതായത് ഭാരതപ്പുഴ മുതൽ പമ്പ വരെയുള്ള സ്ഥലങ്ങളിലെല്ലാം
സുവിശേഷം പ്രസംഗിച്ചു, ധാരാളം സമൂഹങ്ങൾക്ക് രൂപം നൽകി. അങ്ങനെ വളരെ ധീരതയോടുകൂടി സുവിശേഷ പ്രഘോഷണം നടത്തി. ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലേക്കും സുവിശേഷ പ്രഘോഷണം തോമാസ് സ്ലീഹ നടത്തിയിരുന്നുവെന്ന് വ്യക്തമായിട്ടുള്ള തെളിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. AD 52 കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ തോമാസ് സ്ലീഹ ആ കാലഘട്ടത്തിൽ തൻ്റെ സുവിശേഷ പ്രഘോഷണം കേന്ദ്രീകരിച്ചത് സമീപ പ്രദേശങ്ങളിലായിരുന്നു. തോമാസ് സ്ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ ആദ്യ 3 ആ ഭാഗത്താണ്. കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടക്കാവ് എന്നിവയാണ് അവ. കോക്കമംഗലം, നിരണം, നിലയ്ക്കൽ, ചായൽ തുടങ്ങിയവയാണ് 7 പള്ളികളിൽ മറ്റുള്ളവ. അരപ്പള്ളി എന്നറിയപ്പെടുന്നത് തിരുവാങ്കോട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. പിതാവേ, തോമാസ് ലീഹ ഭാരതത്തിൽ നിന്നാണുള്ള രക്തസാക്ഷിത്വം വരിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? തോമാസ് സ്ലീഹ രക്തസാക്ഷിയായത് മൈലാപ്പൂരിൽ വെച്ചാണ്. ഇപ്പോഴത്തെ തമിഴ്നാട്, മദ്രാസ്, ചെന്നൈ, അവിടെ മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കബറിടമുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ചിന്നമലയും പെരിയമലയുമുണ്ട്. അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് തോമാസ് സ്ലീഹ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയം ശത്രുക്കൾ കുന്തം കൊണ്ട് കുത്തി അദ്ദേഹത്തെ മുറിപ്പെടുത്തി. എന്നാൽ അവിടെ നിന്ന് അദ്ദേഹം ഇറങ്ങി ഓടി. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കേണ്ടത്, അവിടെ നിന്ന് ഇറങ്ങി ഓടി മലയുടെ മുകളിലേക്ക് എത്തി. അവിടെ നിന്ന് വീണ്ടും ശത്രുക്കൾ ആക്രമിച്ചു. അവിടെ മരിച്ചു വീഴുകയാണ് ചെയ്തത്. മൈലാപ്പൂരിലാണ്. അപ്പോൾ ചിന്നമലയും പെരിയമലയുമുണ്ട് അവിടെ മരിച്ചു വീണു. തുടർന്ന് ആളുകൾ തോമാസ് സ്ലീഹായെ മൈലാപ്പൂരിൽ, ഇന്ന് ആ വലിയൊരു ബസിലിക്കയുണ്ട്, ബസിലിക്കയുടെ ദേവാലയമുണ്ട്. ദേവാലയത്തിനടിയിൽ അവിടെ ശവകുടീരമുണ്ട്. സംസ്കരിച്ച കല്ലറ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയാണ് തോമാസ് സ്ലീഹ രക്തസാക്ഷിയായി തീർന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സുവിശേഷം പ്രസംഗിച്ച് മദ്രാസിലേക്ക്, ചെന്നൈയിലേക്ക് എത്തി. അവിടെ സുവിശേഷം പ്രസംഗിച്ചു. എന്നാൽ ശത്രുക്കൾ അദ്ദേഹത്തെ വധിച്ചു. എന്നാൽ അങ്ങനെയാണ് തോമാസ് സ്ലീഹായുടെ രക്തസാക്ഷിത്വം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങൾ വേറെയുമുണ്ട്. ആ അവസരത്തിൽ മയിലിനോട് ചേർന്ന് മയിൽ വരികയും അദ്ദേഹത്തെ സഹായിച്ചതായിട്ടുള്ള ഐതിഹ്യങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെ തോമാസ് സ്ലീഹയുടെ രക്തസാക്ഷിത്വം അവിടെയായിരുന്നു. അതുകൊണ്ട് അത് മനസ്സിലാക്കിയ നമ്മുടെ ആളുകൾ, നമ്മുടെ പിതാമഹന്മാർ ഇവിടെ കേരളത്തിൽ നിന്ന് പോലും ഈ മൈലാപ്പൂരിലേക്ക് നടന്ന് 600-700 കിലോമീറ്റർ ഉണ്ട്, ആ ദൂരം നടന്ന് തീർത്ഥയാത്രയായിട്ട് പോകുമായിരുന്നു എന്ന് യൂറോപ്പിൽ നിന്ന് വന്ന സഞ്ചാരികൾ അവരുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തോമാസ് സ്ലീഹായ ഖബറിടം അവിടെ ആയിരുന്നു, ധാരാളം ആളുകൾ സന്ദർശിക്കുമായിരുന്നു എന്നുള്ളത്. എന്നാൽ തോമാസ് സ്ലീഹ പിന്നീട് അവിടെ നിന്ന് തോമാസ് സ്ലീഹായുടെ ഭൗതിക അവശിഷ്ടങ്ങൾ പിന്നീട് അവിടെ നിന്ന് ഇറ്റലിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ഇറ്റലിയിലെ ഓർത്തോണോ എന്ന സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. തോമാസ് സ്ലീഹായുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ഓർത്തോണോ എന്ന സ്ഥലത്ത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണുവാൻ സാധിക്കും. വളരെ ഭക്തിയോടുകൂടി തോമാസ് സ്ലീഹായുടെ തിരുശേഷിപ്പ് നമുക്ക് ഓർത്തോണോയിൽ കാണാൻ സാധിക്കും. AD 52 മുതൽ 2 പതിറ്റാണ്ട് കാലം ഇന്ത്യയിൽ ചെലവഴിച്ച തോമാസ് സ്ലീഹ AD 72 മൈലാപ്പൂരിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചു എന്ന് ചരിത്രം പറയുന്നു. പിൽക്കാലത്ത് 13-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ അവിടെ നിന്നും എടുത്ത് സ്ഥാപിക്കപ്പെട്ട ഇറ്റലിയിലെ ഓർത്തോണയിലുള്ള സെൻറ് തോമസ് കത്തീഡ്രലാണ് തോമാസ് സ്ലീഹായുടെ പേരിലുള്ള പ്രധാന ദേവാലയം. അതോടൊപ്പം തന്നെ മൈലാപ്പൂരിലുള്ള സാൻ തോം ബസിലിക്കയെയും ആഗോളസഭ പ്രാധാന്യത്തോടെ പരിഗണിക്കുന്നു. പിതാവേ, തോമാസ് സ്ലീഹ ഭാരതത്തിൽ 2 വട്ടം സുവിശേഷ പ്രഘോഷത്തിനായി എത്തിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതിൽ വാസ്തവമുണ്ടോ? തോമാസ് സ്ലീഹ 2 പ്രാവശ്യം ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്ന് ഇന്ന് ചരിത്രകാരന്മാർ സമർത്ഥിക്കുന്നുണ്ട്. സത്യമെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും സമർത്ഥിക്കുന്നുണ്ട്. തോമാസ് സ്ലീഹ ആദ്യം യേശുവിൻ്റെ മരണത്തിന് ശേഷം AD 40കളിൽ തോമാസ് സ്ലീഹ
അഫ്ഗാനിസ്ഥാൻ കടന്ന് അഫ്ഗാനിസ്ഥാൻ വഴി പാകിസ്ഥാൻ വഴി ഇന്ത്യയിലെ ബോംബെ വരെയുള്ള ആ ഭാഗങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് കരുതുന്നത്. കാരണം അതിനുള്ള തെളിവുകൾ, ചരിത്രപരമായ തെളിവുകൾ അവിടെ ഉണ്ട്. അവിടെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികളുടെ സമൂഹങ്ങൾ കല്യാൺ ഭാഗത്തും മറ്റ് ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചെന്നോ എങ്ങോട്ട് പോയി മറഞ്ഞെന്നോ എന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ട് തെളിവുകളില്ല. ജെറൂസലേം കൗൺസിൽ AD 50 വിളിച്ചു കൂട്ടിയപ്പോൾ ഈ ഭാരതത്തിൽ ഇവിടെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്ന തോമാസ് സ്ലീഹായെ തിരികെ വിളിച്ചു. അങ്ങനെ അദ്ദേഹം തിരികെ പോയി. പിന്നീട് കൗൺസിൽ കഴിഞ്ഞതിന് ശേഷം AD 52 കൊടുങ്ങല്ലൂരെത്തി എന്നാണ് കണക്കാക്കുന്നത്. ഇതാണ് ചരിത്രത്തിൽ തോമാസ് സ്ലീഹ 2 പ്രാവശ്യം സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളത്. അതേക്കുറിച്ച് ഇനിയും ഗവേഷണങ്ങൾ നടക്കേണ്ടതാണ്. തോമാസ് സ്ലീഹ ഇവിടെ വന്ന് സുവിശേഷം പ്രസംഗിച്ചു, ധീരതയോടുകൂടി രക്തസാക്ഷിയായി തീർന്നു. 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിൻ്റെ 12 അപ്പസ്തോലന്മാരിൽ ഒരുവനായ വിശുദ്ധ തോമസ് ഭാരത മണ്ണിലേക്ക് കടന്നുവന്നു എന്നും ഇവിടെ രക്തം ചിന്തി മരിച്ചു എന്നും ആഗോള സഭ പാരമ്പര്യങ്ങളിലൂടെ വിശ്വസിക്കുന്ന വസ്തുതയാണ്. എന്നാൽ സമീപകാലത്തെ ചില ഭാരതീയ ചരിത്രകാരന്മാർ അതിനെ ചില യുക്തികൾ ഉപയോഗിച്ച് നിഷേധിക്കാൻ ശ്രമിക്കുന്നതായി കാണാറുണ്ട്. ആദിമ കാലഘട്ടത്തിൽ വേണ്ടത്ര ശാസ്ത്രീയ തെളിവുകൾ അവശേഷിപ്പിക്കപ്പെടാതെ പോയതിനാൽ മാത്രം ഉയർന്നുവന്ന എതിർവാദഗതികളാണ് അവ. 3-ാം നൂറ്റാണ്ട് മുതലുള്ള അനേകം ചരിത്ര ഗ്രന്ഥങ്ങളിലും സഭാപിതാക്കന്മാരുടെ രചനകളിലും തോമാസ് സ്ലീഹായുടെ ഭാരതത്തിലെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് വ്യക്തമായ സൂചനകളുണ്ട്. വിശുദ്ധ ഗ്രിഗറി 6-ാം നൂറ്റാണ്ടിൽ തോമാസ് സ്ലീഹായുടെ ഭാരതത്തിലെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എല്ലാത്തിനും പുറമെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ആധാരം പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളുമാണ് എന്ന ആത്മീയ യാഥാർത്ഥ്യം ഇത്തരം കാര്യങ്ങളിൽ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആദിമകാലം മുതൽ വിശേഷിച്ചും കേരളത്തിൽ സാന്നിധ്യമറിയിച്ചിരുന്ന മാർത്തോമ പാരമ്പര്യമുള്ള നസ്രാണികളാണ് തോമാസ് സ്ലീഹ കേരളത്തിൽ വന്നിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ചരിത്രസാക്ഷ്യം. അന്നു മുതൽ ഇന്നോളവും കേരള ക്രൈസ്തവരുടെ വിശ്വാസ തീഷ്ണതയ്ക്ക് പിന്നിൽ തീഷ്ണമതിയായ ആ അപ്പസ്തോലൻ്റെ ജീവിത സാക്ഷ്യത്തിനും രക്തസാക്ഷിത്വത്തിനും വലിയ പങ്കുണ്ട്. ഇന്ന് കേരളത്തിൽ ജനിച്ചു വളർന്ന് ലോകത്തിൽ പലയിടങ്ങളിലും സുവിശേഷ പ്രഘോഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അനേകായിരം മിഷണറിമാരുടെ സിരകളിലോടുന്ന രക്തത്തിൽ ആ പാരമ്പര്യവും തീഷ്ണതയുമുണ്ട്. വിശുദ്ധ തോമാസ് സ്ലീഹ നമുക്കെന്നും ആവേശമാണ്. ദൂരെ നിന്ന് അക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന നമ്മുടെ ഈ ഭാരതത്തിൽ ധീരതയോടുകൂടി സുവിശേഷം പ്രഘോഷിച്ചു. വഴിയും സത്യവും ജീവനും ഞാനാണെന്നുള്ള ഈശോയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചു. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സുവിശേഷം പ്രഘോഷിച്ചു. ധീരതയോടുകൂടി എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടു. രക്തസാക്ഷിത്വത്തിൻ്റെ അവസരത്തിൽ ഒളിച്ചോടിയില്ല. തൻ്റെ ഗുരുനാഥൻ സമർപ്പിച്ചതുപോലെ സുവിശേഷത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ചു തോമാസ് സ്ലീഹ. ഈ രക്തസാക്ഷിത്വത്തിൽ തോമാസ് സ്ലീഹായുടെ വ്യക്തിത്വത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. എന്താണ് ഒരു ധീര രക്തസാക്ഷിയാകുവാൻ തോമാസ് സ്ലീഹായെ സഹായിച്ചത്? അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ആഴമായ സ്നേഹം. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. സത്യം അന്വേഷിച്ചിറങ്ങിയപ്പോൾ, അത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ, അത് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറയുവാനുള്ള എളിയ മനോഭാവം നമ്മുടെ അനുദിന ജീവിതത്തിൽ രക്തസാക്ഷിത്വം നമുക്കുണ്ട്. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം രക്തസാക്ഷികളാണ്. ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുക. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ എപ്പോഴും നമുക്ക് അക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലായിരിക്കുമ്പോൾ സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുക. നമുക്ക് മുറിവേറ്റെന്ന് വരാം, നമുക്ക് നഷ്ടമുണ്ടായെന്ന് വരാം. എങ്കിലും ഞാൻ യേശുവിന് സാക്ഷിയാകണം. ആ സാക്ഷിത്വത്തിന് വേണ്ടിയാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്.
നല്ല സാക്ഷികളാകുവാൻ. പലപ്പോഴും നാം പതറിപ്പോകാറുണ്ട്, ഒളിച്ചോടി പോകാറുണ്ട്. രക്തസാക്ഷിത്വത്തിൻ്റെ മേഖലകളിലേക്ക് കടന്നു വരുമ്പോൾ തളരാതെ ധീരതയോടുകൂടി നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറയുവാനുള്ള ആർജവത്വം, കരുത്ത്, ശക്തി, ആത്മീയത നമുക്ക് സ്വന്തമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് കഴിവില്ലാതെ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധനായ തോമാസ് ലീഹായുടെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം. വിശുദ്ധ തോമാസ് ലീഹായെ പോലെ യേശുവിന് വേണ്ടി ജീവിക്കുവാനും മരിക്കുവാനുമുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ എപ്പിസോഡിൽ ഞങ്ങളെ ശ്രവിച്ച എല്ലാവർക്കും പ്രത്യേകമായി നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ മറ്റൊരു രക്തസാക്ഷിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേക നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും